നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി ഓൺലൈൻ പലപ്പോഴും ഇന്ത്യയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബലി ഉണ്ടാകുന്ന വ്യതിരിക്തമായ ചില വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് പലപ്പോഴും മുഖാമുഖം പരിപാടികൾ നടത്താറുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ എന്നോണം ഉണ്ടായ ഒരു വിഷയമാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയും. ഇത് സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ ഇലക്ടറൽ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ്, അതുമായിട്ടുള്ള ബോണ്ട് ഇതെന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുകയില്ലാത്ത ഒരു കാര്യമാണ്. സത്യത്തിൽ ഒറ്റവാക്കി പറഞ്ഞാൽ കോഴ ബോണ്ട് എന്ന് വേണേൽ പറയാം. അത് മോശമാക്കിക്കൊണ്ടല്ല, പക്ഷെ സാധാരണക്കാർക്ക് വേണ്ടി ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ഇലക്ടറൽ ബോണ്ടിന്റെ എന്താണത്, എന്തിനാണ് അത് നടത്തിയത്, അല്ലെ ഇതുകൊണ്ടുള്ള പ്രയോജനമോ അല്ലെ അതിന്റെ നേട്ടക്കോട്ടങ്ങളൊക്കെ വിഷയം കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഈ വിഷയമായിട്ട് ഞാനുമായിട്ട് പ്രതികരിക്കുന്നത് മറ്റാരുമല്ല, ജർമ്മനിയിലെ മുതിർന്ന ഒരു ഇന്ത്യൻ പൗരനാണ്, പ്രവാസി ഓൺലൈൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, നിങ്ങൾക്കൊക്കെ പരിചിതനായ ഡോക്ടർ ജോർജ് അരീക്കൽ. ഡോക്ടർ ജോർജ് അരീക്കലിനെ പറ്റി പറയുമ്പോൾ, ജർമ്മനിയിലെ ആദ്യകാലത്ത് കുടിയേറിയ ഒരാൾ, അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം ഇവിടെ നടത്തി കാൾ കൂബൽ ഫൗണ്ടേഷന്റെ സിഇഒ ആയി വർഷക്കാലം ജോലി ചെയ്തതിനു ശേഷം വിരമിച്ച് റിട്ടയർമെന്റ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ജർമ്മൻ മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ ജോർജ് അരീക്കലിനെ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ജോർജ് അങ്കിൾ. നമസ്കാരം ജോസ് കുമ്പിളിവേലി. നമ്മുടെ വിന്റർ കഴിഞ്ഞു, സമ്മറിലേക്ക് എത്തി. എങ്കിലും വിന്ററിന്റെ പ്രതീതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് കാലാവസ്ഥ അത്ര സുഖമല്ലെന്ന് വേണേൽ പറയാം, അല്ലെ? ഏപ്രിൽ മാസം ഇവിടെ ജർമ്മൻകാര് പറയുന്നത് ഏപ്രിൽ മാർച്ച് വാസർ വിൽ. അതിന്റെ അർത്ഥം ഏപ്രിലിന് ഇഷ്ടമുള്ള വെതറാണ് കൊണ്ടുവരുന്നത്. ഒരു ദിവസം ചൂടാണെങ്കിൽ മറ്റു ദിവസം തണുപ്പ്, ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ, സൂര്യൻ എപ്പോഴും ഉദിക്കുന്നുണ്ട്, പക്ഷെ മഴ, തണുപ്പ് ഇതെല്ലാം മാറി മാറി വരുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മള് സമ്മറിന്റെ പ്രതീതിയിൽ എത്തി, പക്ഷെ പെട്ടെന്ന് വിന്ററിലേക്ക് പോയി. ഈ ആഴ്ച ഇവിടെ നടക്കും, അല്ലെങ്കിൽ 30 വരെ നടക്കുമെന്നാണ്, ഇതേ രീതിയിൽ പോകുന്നതാണ് ഇവിടുത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ്. പക്ഷെ അതിലേറെ നമ്മുടെ രാജ്യം, അതായത് നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ ജന്മനാടായ ഇന്ത്യയില് അതിഭയങ്കര ചൂടാണ്. കേരളത്തിൽ അതിഭയങ്കര ചൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു. അതിലുപരി ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ ചൂട് നടക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നു. അത് ഘട്ടം ഘട്ടമായി നടത്തിയിട്ട് ഇപ്പം കേരളത്തില് എനിക്ക് തോന്നുന്നു ഈ മാസം 26-നാണ് നടക്കുന്നത്. അപ്പൊ അതിനുശേഷം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാൻ വീണ്ടും മാസങ്ങൾ കാത്തിരിക്കണം. ജൂൺ 4 വരെയാണല്ലോ. അതെ. അപ്പൊ ആ തരത്തിലുള്ള ഒരു ചൂടിന്റെ കാലാവസ്ഥ അവിടെ ഉണ്ടായിരിക്കുന്നതിനിടയ്ക്കാണ് ഈ ഇലക്ടറൽ ബോണ്ട് എന്ന വിഷയം അതിൽ ഭയങ്കര ചൂടുമായിട്ട് ഒരു ചർച്ചാ വിഷയമായത്. അപ്പൊ ഇത് സാധാരണക്കാർക്ക് ദഹിക്കുകയില്ലാത്ത ഒരു കാര്യം എന്ന് വേണേ ആദ്യം പറയാമെങ്കിൽ, ഇതിന്റെ മറ്റ് ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ ഇത് വെറും സാമ്പത്തിക ഇടപാട്, അനധികൃതമായ സാമ്പത്തിക ഇടപാടെന്ന് വേണേ പറയാം. അപ്പൊ അതിന്റെ ആ ഒരു പ്രാമുഖ്യമായിട്ട് അല്ലെ ആമുഖമായിട്ട് ഒന്ന് പറയാമോ, ഇതിന്റെ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഡൊണേഷന് BJP ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് 2014 UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പിലുള്ള UPA ഗവൺമെന്റ് ഇലക്ഷനിൽ തോറ്റു, ലോകസഭയിലെ ഇലക്ഷനിൽ തോറ്റു. BJP പവറിൽ വന്നു. ആ പുതിയ ഗവൺമെന്റ്, BJP ഗവൺമെന്റിൽ ഫൈനാൻസ് മന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ഇലക്ടറൽ ബോണ്ട് എന്ന പദ്ധതി കൊണ്ടുവന്നത്. ലോകസഭയിൽ 2017 ഒരു മണി ബിൽ അവതരിപ്പിച്ചു. അത് ബഡ്ജറ്റ് പാസ്സാക്കുന്ന സമയത്തായിരുന്നു. ഈ മണി ബില്ലിൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന പദ്ധതി ഇന്റഗ്രേറ്റ് ചെയ്തു. അതില് ജെറ്റ്ലി പറഞ്ഞത് ഈ
സാധാരണക്കാര് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കുമ്പോൾ ആ ഡോണറിന്റെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഡോണറിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഉദാഹരണമായിട്ട് BJP ഭരിക്കുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന് ഒരു ഡോണറ് കൂടുതൽ കാശ് ഡൊണേറ്റ് ചെയ്താൽ ആ ഗവൺമെന്റ് ഇതറിഞ്ഞാൽ ഗവൺമെന്റ് ഈ ഡോണറിനെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമായിരിക്കും എന്ന് ഉള്ള ഒരു ഭീതി പരത്തുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണ പോലെ. ഒരു തെറ്റിദ്ധാരണ. അപ്പോ ജെറ്റ്ലി പറയുന്നത് ഡോണറിന്റെ പേര് പുറമെ അറിയിക്കാതെ ഡൊണേഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ആയിരിക്കണം. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം പറയുന്നത് ഈ കള്ളപ്പണം അധികം കൊടുക്കാതിരിക്കാൻ ബാങ്ക് വഴി വേണം ഈ ഡൊണേഷൻ കൊടുക്കേണ്ടത്. പണ്ട് ഈ നിയമം വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 20,000 രൂപയ്ക്ക് താഴെ ക്യാഷ് ആയിട്ട് കൊടുക്കാമായിരുന്നു. 20,000 കൂടുതൽ കൊടുത്താൽ അത് ബാങ്ക് വഴി ഡ്രാഫ്റ്റ് വഴിയൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പൊ ചിലരെല്ലാം 20,000 തൊട്ട് താഴെ വരെ ക്യാഷ് ആയിട്ട് കൊടുത്ത് പല സം അങ്ങനെ ഒന്നിച്ച് കൊടുക്കാതെ പല എമൗണ്ടുകളായിട്ട് 20,000 താഴെ കൊടുത്താൽ ധാരാളം കാശ് കള്ളപ്പണമായിട്ട് കൊടുക്കുവാൻ സാധിച്ചിരുന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അത് ശരിയാണ്. അപ്പോ ഒരു പുതിയ നിയമം വരുത്തി 20,000 പകരം 2,000 രൂപ മാത്രമേ ക്യാഷ് ആയിട്ട് കൊടുക്കാവൂ എന്നുള്ള നിയമം വരുത്തി. അങ്ങനെ കള്ളപ്പണം സ്വല്പം മാർക്കറ്റിൽ നിന്ന് അകത്താനായിരുന്നു ഒരു ഉദ്ദേശം. ഇങ്ങനെയുള്ള ചില ആർഗ്യുമെന്റോട് കൂടി ലോകസഭയിൽ പല നിയമങ്ങളും അമെൻഡ് ചെയ്ത് തിരുത്തി ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന പദ്ധതി കൊണ്ടുവന്നു. അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതിനോട് കൂട്ടി ചേർക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഭരണഘടനയുടെ 110-ാം വകുപ്പിലാണ് ഇത് പെടുത്താൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ആർട്ടിക്കിളിന്റെ ലംഘനമാണെന്ന് ആരോപിക്കപ്പെട്ടപ്പോൾ അതിനൊരു ബദലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അരുൺ ജെയ്റ്റ്ലി ഈ മണി ബില്ലായിട്ട് അദ്ദേഹത്തിന്റെ അല്ലെ ആ ഒരു കാഴ്ചപ്പാടിൽ ഇത് കൊണ്ടുവന്നതും പിന്നെ അത് RBI ആയിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ച് അതിന്റെ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും ആണ് എനിക്ക് തോന്നുന്നത് അവസാനം. ആദ്യം ഇത് അവര് RBI ആയിട്ട് സംസാരിച്ചില്ല. ലോകസഭയിൽ ഈ മണി ബില്ലായിട്ട് കൊണ്ടുവന്നതിന്റെ ഒരു പ്രധാന കാരണം മണി ബില്ല് വഴി ഈ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ലോക്സഭയിൽ മാത്രം പാസ്സായാൽ മതി, രാജ്യസഭയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് ഈ മണി ബില്ലിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അന്ന് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ചർച്ചയൊന്നും ചെയ്യാതെ പാസ്സാക്കി. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ, ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കൂടുതലും ഇതിനെപ്പറ്റി ചർച്ചയായതും ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് പുറത്തു വരുന്നു. അതെ, അല്ല പറഞ്ഞോ. അതിന് തീർച്ചയായിട്ടും വേറെ ഒപ്പോസിഷൻ പാർട്ടികൾക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലോക്സഭയിൽ അത് പറഞ്ഞ് പാസ്സാക്കാൻ സാധിച്ചില്ല. എന്തൊക്കെയാണ് ഈ എതിരാളികളുടെ അല്ലെങ്കിൽ എതിർ പാർട്ടികളുടെ ആർഗ്യുമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതുപോലെ ഇതൊരു പ്രവർത്തന സംവിധാനമായിട്ട് മാറ്റിയത് SBIക്ക് മാത്രം ഒരു മോണോപ്പൊളി നൽകിക്കൊണ്ട്. അതെ, അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാം. ഇത് സാധാരണ രീതിയിൽ ഇത് RBI ആണ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ RBIയെ ഗവൺമെന്റിന് അധികം സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ അധികാരം കൊടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഏക ഏജൻസി ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുവാൻ അനുവാദമുള്ള ഏജൻസി. 1,000 രൂപയിലും 10,000 രൂപയിലും
1,00,000 രൂപയിലും 1,000,000 രൂപയിലും 1,00,00,000 രൂപയിലും ആണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഏത് വ്യക്തിക്കും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുവാൻ, ഡൊണേഷനായിട്ട് കൊടുക്കുവാൻ സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ല, പ്രത്യുത കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിലോ സ്റ്റേറ്റ് അസംബ്ലിയിലെ ഇലക്ഷനിലോ 1% തന്നെയെങ്കിലും വോട്ട് ലഭിച്ചിരിക്കുന്ന പാർട്ടികൾക്ക് മാത്രമേ ഇത് വാങ്ങിക്കുവാൻ അനുവാദമുള്ളൂ. അപ്പോൾ സ്വല്പം ലിമിറ്റഡ് ആണ്. പിന്നെ ഇതിനൊരു പീരീഡ് ഉണ്ടല്ലോ, അത് ഇത്ര ദിവസത്തിനകം ഇത് ചെയ്യണമെന്നുള്ളത്. അതെ, അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റോ SBIയിൽ നിന്ന് ഇലക്ട്രോ ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം ഇത് ഏതെങ്കിലും പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്ത് എൻക്യാഷ് ചെയ്തിരിക്കണം. അത് തുകയായിട്ട് കൊടുത്തിരിക്കും. ഈ ബോണ്ട് ഒരു പാർട്ടിക്ക് കൊടുക്കുമ്പോൾ ആ പാർട്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അത് പണമായിട്ട് സ്വീകരിക്കും. അതും അക്കൗണ്ടുകൾ വഴിയേ സ്വീകരിക്കാവൂ. ആ പാർട്ടിക്ക് അത് എൻക്യാഷ് ചെയ്തില്ലെങ്കിൽ, 15 ദിവസത്തിനുള്ളിൽ എൻക്യാഷ് ചെയ്തില്ലെങ്കിൽ ആ കാശ് പ്രൈം മിനിസ്റ്ററിന്റെ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് ഫണ്ടിലേക്ക് പോകും. അപ്പോ അത് പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പക്ഷെ ഇതിലെ ഒരു പ്രത്യേകത, യാതൊരു വിധത്തിലും ആര് ഏത് പാർട്ടിക്ക് എത്ര എമൗണ്ട് ലഭിച്ചു കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് പബ്ലിഷ് ആകാൻ അനുവാദമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു വലിയ രഹസ്യ സംഭവമായിട്ട് ഇത് വെച്ചിരിക്കുകയാണ്. അതെ, രഹസ്യ സംഭവമാണ്. അതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. അല്ല, ഈ കാശ് ഇപ്പം നമ്മള് ഇപ്പൊ 1,000,000 തുക എന്ന് ഒരു പാർട്ടി, ഇപ്പം ഭരണ പാർട്ടി ആയാലും പ്രതിപക്ഷം ആയാലും വാങ്ങിക്കഴിഞ്ഞാൽ അത് ഈ കൊടുക്കുന്നത് വഴി അവർക്കൊരു ഇതിനകത്തൊരു എന്നാ പറയുന്ന കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുക എന്ന് നമ്മൾ ഒറ്റവാക്കി പറഞ്ഞാല് ഒരു മാൽ പ്രാക്ടീസിലേക്ക് പോകുന്ന ഒരു സംഭവമായിട്ടാണോ ഇപ്പോൾ ഇതിനെ ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു, അതിനുശേഷം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. അപ്പൊ ആ ഒരു ഇതിലേക്കാണോ ഇപ്പൊ ഇതിനെ കാണുന്നത് പൊതുജനങ്ങൾ? അത് അങ്ങനെ ധാരാളം ക്രിറ്റിസിസം ഉണ്ട്, അങ്ങനെ നടക്കുന്നുമുണ്ട്. അതായത് ഈ ബോണ്ട് വാങ്ങിച്ചതില് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത് മില്യൺ രൂപയുടെ വാല്യൂ ഉള്ള ബോണ്ടുകളും കോടിയുടെ വാല്യൂ ഉള്ള ബോണ്ടുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ വാങ്ങിച്ചിരിക്കുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അവർക്ക് ഭരിക്കുന്ന ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഗവൺമെന്റ് വളരെ വലിയ പദ്ധതികളൊക്കെ കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഈ പദ്ധതികൾ, ഈ ബോണ്ട് കൊടുത്താല് ധാരാളം ബോണ്ടിന്റെ ഡോണേഴ്സിന് ഗവൺമെന്റ് അധികം പ്രശ്നമില്ലാതെ വലിയ പദ്ധതികളുടെ കോൺട്രാക്ട് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഇൻഫ്ലുവൻസ്ഡ് ഫണ്ടാണിത് പറയാണ്. ഈ ഇൻഫ്ലുവൻസ്ഡ് ഫണ്ട് ആകാൻ പറ്റും. അതായത് കൊടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ലഭിക്കുന്നു എന്നല്ല പറയുന്നത്. പ്രത്യുത വളരെയധികം ഇലക്ട്രൽ ബോണ്ട് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. പല 1,000 ബോണ്ട് കൊടുക്കുകയാണെങ്കിൽ 10,000 കോടി അല്ല 1000 ബോണ്ട് അതിന്റെ വാല്യൂ 10 മില്യൺ ഉള്ളുവെങ്കിൽ 100 കോടി വിലയുള്ള പ്രോജക്റ്റുകൾ, ഇപ്പൊ റോഡുകൾ പണിയാൻ അല്ലെങ്കിൽ പാലങ്ങൾ പണിയാൻ, അങ്ങനെയുള്ള വലിയ വലിയ പദ്ധതികൾ കോൺട്രാക്റ്റായിട്ട് ഗവൺമെന്റ് അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ചില കൺട്രോളിംഗ് ബോർഡുകൾ, ഉദാഹരണമായിട്ട് ആരോഗ്യ
മേഖലയിൽ ഉം. മെഡിസിൻ ചെക്ക് ചെയ്തിട്ടാണല്ലോ കൺട്രോളിംഗ് ബോർഡ് ഉണ്ടല്ലോ, ആരോഗ്യസ്ഥിതിയെ പറ്റി ആ മരുന്നുകളുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെ പഠിച്ച് ലൈസൻസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതിൽ ചില കമ്പനികൾ ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില നിയമങ്ങൾ എളുപ്പത്തിലാക്കും. ഉം. അപ്പോൾ ആരോഗ്യത്തിന് പോലും ഹാനികരമാകത്തക്ക രീതിയിലുള്ള കൺട്രോളിങ് കുറച്ചിട്ട് ഇങ്ങനെയുള്ള ഡോണേഴ്സിന് അനുവാദം കൊടുക്കും. അതായത് പോളിസിയെ മാറ്റാൻ സാധിക്കും, പല റെഗുലേഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഡേഞ്ചർ. അപ്പൊ ഈ ഡേഞ്ചറിൽ നിന്നുകൊണ്ടാണ് ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പൊ നടക്കുന്ന തെരഞ്ഞെടുപ്പും ഈ ഇലക്ട്രൽ ബോണ്ടായിട്ട് അധികം ബന്ധമില്ല. ഉം. കാരണം ഇലക്ഷന്റെ സമയത്ത് ഈ ബോണ്ടുകൾ ഇങ്ങനെ കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇല്ല, അത് നേരത്തെ അതിലെ ഏറ്റവും പ്രധാന സംഗതി, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ധാരാളം പണം കിട്ടിക്കഴിഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഉം. അതുപോലെ തന്നെ തെരഞ്ഞെടുത്ത MLA-മാരെയോ MP-മാരെയോ കാശ് കൊടുത്ത് പാർട്ടി മാറ്റാം, വിലക്കെടുക്കാം. വിലക്കെടുക്കാം. ഒരു കുംഭകോണത്തിന്റെ പരിസ്ഥിതിയാണ് ഈ ബോണ്ടായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതിപ്പം പറയുമ്പോൾ ഭരണകക്ഷിയായ BJP, അതുപോലെ തന്നെ മറ്റു വലിയ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ BSP അല്ലെ, അങ്ങനത്തെ കുറെ പാർട്ടിക്കാരുണ്ടല്ലോ. അപ്പൊ ഇവരെല്ലാം തന്നെ ഇത് വസൂലാക്കിയ ഒരു കഥയുണ്ട് ഇതിന്റെ പിന്നിൽ. അതെ. ഇപ്പൊ ഉദാഹരണമായിട്ട് 2022 വരെ, അതായത് 2018 മുതൽ 2022 വരെ, 17-ലാണ് ഈ നിയമം വന്നത്, 22-ലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ 2 വർഷം 22 മുതൽ 22 വരെ 9500 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇത്രയും വലിയൊരു ഫണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതില് ഏകദേശം 6600 കോടിയുടെ ബോണ്ട്, അതായത് ഏകദേശം 60% പോയിരിക്കുന്നത് BJP-ക്കാണ്. അത് BJP സെൻട്രൽ മാത്രമല്ല, ഉദാഹരണമായിട്ട് മഹാരാഷ്ട്രയിൽ BJP ഭരിച്ചിരുന്നപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിനും പോകുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിനല്ല പോകുന്ന, പ്രസ്തുത സ്റ്റേറ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടിക്ക് ഏകദേശം. അപ്പോൾ BJP-ക്ക് 60% പോയി. ഇന്ത്യൻ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിലെ, അതാണ് രണ്ടാമത്തെ പാർട്ടി, ഒരു ഏകദേശം 15% ഈ ബോണ്ടിന്റെ 15% ആ പാർട്ടിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനും ഏകദേശം 14 മുതൽ 15% വരെ ഇലക്ട്രൽ ബോണ്ട് കിട്ടി. മറ്റുള്ള പാർട്ടികൾക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഏകദേശം അപ്പോൾ ഈ 60, 15 അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് മറ്റു പാർട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഈ കമ്പനി ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു ബില്ലായതുകൊണ്ട് അതിനേതാണ്ട് ലാഭത്തിന്റെ 7% ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ 7% കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നല്ലോ. അതെ, ആ നിയമം അന്ന് 2017 വരെ ഉണ്ടായിരുന്നു. അത് കമ്പനി ആക്ടിലായിരുന്നു. അതായത് ഒരു കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ലാഭത്തിന്റെ 7.5% മാക്സിമം ഡൊണേഷൻ ആയിട്ട് ഒരു പാർട്ടിക്ക് കൊടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നത്. അത് ആ നിയമം ആ ലിമിറ്റേഷൻ മാറ്റി എത്ര വേണമെങ്കിലും ഡൊണേഷൻ ആയിട്ട് കൊടുക്കാമെന്ന് ഉള്ള അനുവാദം വന്നു. പക്ഷേ ഈ പല കമ്പനികൾക്കും പക്ഷെ അങ്ങനെ 100% ലാഭം കൊടുക്കാനുള്ള സാഹചര്യം കുറവാണ്. കാരണം അവർക്ക് റീഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് പല വലിയ കമ്പനികളും കോർപ്പറേറ്റ് കമ്പനികളും ഷെൽ കമ്പനീസ്, പേപ്പർ കമ്പനികൾ പോലെ സ്ഥാപിച്ചിട്ട് അവര് വഴി
കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് കൊടുത്തിരുന്നു. അപ്പൊ ഇതിന്റെ മിസ്യൂസ് ഓഫ് കമ്പനി ആക്ട്. അപ്പൊ അതിന് ഈ ഭരിക്കുന്ന അതായത് BJP അത് മാറ്റിയത് കൊണ്ടാണല്ലോ അവർക്ക് 60% കിട്ടിയത്. അത് കമ്പനി ആക്ടിന്റെ നിയമം മാറ്റിയത് കൊണ്ട് മാത്രമല്ല, പൊതുവെ ഉള്ള വേറെ ഉള്ള ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അതായത് വലിയ കമ്പനികൾക്ക് ഇപ്പോ ഒരു 1000 crore ഇലക്ട്രോ ബോണ്ട് കൊടുത്തിട്ട് 10,000 കോടിയുടെ കോൺട്രാക്റ്റുകൾ ലഭിച്ചാൽ അവർക്ക് ലാഭമാണല്ലോ. അല്ലേ? അത് ഭയങ്കര നേട്ടമല്ലേ? അതെ, അതുകൊണ്ടാണ്. അപ്പോ ഈ 7.5% ലിമിറ്റ് മാറ്റിയത് തീർച്ചയായിട്ടും ഇവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി ഡൊണേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ കൂടുതൽ നികുതിയിൽ നിന്ന് ടാക്സ് കുറയ്ക്കാൻ പറ്റി. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു മോണോകൗസാലിറ്റി ഉള്ള കാര്യമല്ല, പല ഫാക്ടേഴ്സ് ആണ് ഇതിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പം ഇടതുപക്ഷ പാർട്ടികളിലേക്ക് വന്നാൽ CPIM അതുപോലെ CPM CPI അതുപോലെ നമ്മുടെ ഫോർവേഡ് ബ്ലോക്ക് അങ്ങനത്തെ കക്ഷികളൊന്നും ഇത് സ്വീകരിച്ചിട്ടില്ലെന്നുള്ള ഒരു വാദം. അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. CPM, CPI, ഫോർവേഡ് ബ്ലോക്ക്, പിന്നെ വേറെ ഒരു ലെഫ്റ്റ് പാർട്ടി ഉണ്ട്. അവര് തീരുമാനിച്ചു ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ലെന്ന്. അവർക്ക് സ്വീകരിച്ചിട്ടുമില്ല. പക്ഷെ അവർക്ക് വേറെ മെത്തേഡുകളുണ്ട് എങ്ങനെ കാശ് സമ്പാദിക്കാൻ. ഉദാഹരണമായിട്ട് കേരളത്തില് നവകേരള യാത്രയൊക്കെ ഉണ്ടായിരുന്നില്ല. അതിൽ ധാരാളം സ്പോൺസേഴ്സ് പണം കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് മൊബിലൈസ് ചെയ്തത് GST പിരിക്കുന്ന ഓഫീസേഴ്സിന്റെ ചീഫായിരുന്നു. അതായത് GST പിരിക്കുന്ന ഓഫീസേഴ്സ് അങ്ങനെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സാഹചര്യം GST നേരിട്ട് വാങ്ങിച്ച് ഗവൺമെന്റിന് കൊടുക്കാതെ, അത് പിരിക്കാതെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ട് ഒരുപക്ഷെ കണ്ണടയ്ക്കാൻ സാധിക്കും. അപ്പം ഗവൺമെന്റിന് കിട്ടേണ്ട, ഇപ്പം കേരളത്തിലേക്ക് വന്ന ഗവൺമെന്റിന് വേണ്ട നികുതി, അതെ, ഖജനാവിലേക്ക് വരേണ്ട പൈസ അത് പാർട്ടിപരമായിട്ട് മാറ്റി എന്നുള്ളതല്ല എൻ്റെ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അവരുപയോഗിക്കുന്നത്. പക്ഷെ ഇലക്ട്രൽ ബോണ്ടിൽ വളരെ ക്ലിയർ ആയിട്ട് അവര് അതിനെതിരായിരുന്നു. അവര് കേസ് പോലും കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ആദ്യം കേസ് കൊടുത്തത് വേറെ ഒരു NGO ആയിരുന്നു 2017. അല്ല, ADR എന്ന് പറയാം, അസോസിയേഷൻ. അതൊരു NGO ആണ്, നോൺ ഗവൺമെന്റ്. അതന്നെ, ശരി. അപ്പൊ അവരുടെ അവകാശവാദത്തില് സുപ്രീം കോടതി പല കാര്യങ്ങളും ശ്രദ്ധിച്ചുവെങ്കിലും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അവര് ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ സുപ്രീം കോടതി ആ കാര്യം പറഞ്ഞത് ഈ 2024 ജഡ്ജ്മെന്റിലാണ്, അതായത് ഫെബ്രുവരി 15 തോന്നുന്നു. അതെ. അപ്പൊ ഈ IRD അന്ന് അതിനെതിരായിട്ട് കേസ് കൊടുത്തു. പിന്നീട് CPM ജോയിന്റ് കേസ് അതിലേക്ക് ചേർന്നു. അതുപോലെ തന്നെ കോൺഗ്രസും കേസിനോട് ചേർന്നു. അതായത് അവരും ഇതിനെതിരായിട്ട് കേസ് കൊടുത്തു. അപ്പൊ അത് കോൺഗ്രസിന് ഒരു നഷ്ടമല്ലേ അങ്ങനെ കേസിന്റെ കൂടെ പോയി കഴിഞ്ഞപ്പോ? കോൺഗ്രസിന് അല്ലെങ്കിലും ഇതില് അത്രയധികം ലാഭം ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് 14% കിട്ടിയുള്ളൂ, അതുകൊണ്ടായി മൂന്നാമത്തെ കക്ഷിയായിരുന്നു. അതെ. ഇതില് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, കേന്ദ്രത്തില് ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ല, സ്റ്റേറ്റുകളിൽ ഭരിക്കുന്ന പാർട്ടികൾക്കും ഇതിൽ കൂടുതൽ അനുകൂലമായിട്ട് കിട്ടും. ഇവർക്കെല്ലാം തന്നെ ഇത് വീതിച്ചു കൊടുത്ത ഒരവസ്ഥയാണ്. അതെ. അപ്പൊ ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ അല്ലേ? അതെ, അതായത് ഗവൺമെന്റിന്റെ പോളിസിയെ റെഗുലേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള
വലിയ ഡോണേഴ്സ് ഇന്ത്യയിൽ ഉണ്ട്. അവരത് ശരിയായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും കരുതിയിരുന്നത് ആദ്യത്തെ അരുൺ ജെയ്റ്റ്ലിയുടെ ഫൈനാൻസ് മിനിസ്റ്ററിന്റെ ഈ ബില്ല് വന്നപ്പോൾ ഉള്ള ആർഗ്യുമെന്റ് ഡോണേഴ്സിന്റെ പേരോ ഡീറ്റെയിൽസോ പുറത്ത് അറിയില്ല എന്നായിരുന്നു. പക്ഷേ ഒരു വ്യക്തി ഒരിക്കൽ 2 ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു, 1000 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. എന്നിട്ടത് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഏജൻസിക്ക് കൊടുത്തു. ആ ഏജൻസി അൾട്രാ വയലറ്റ് രശ്മിയുടെ പ്രകാശത്തില് ഈ ബോണ്ടിൽ ഒരു നമ്പർ കണ്ടുപിടിച്ചു. ആ നമ്പർ വായിക്കുകയാണെങ്കിൽ ഡോണറിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ എടുക്കാമായിരുന്നു. അപ്പൊ ഇത് വായിക്കാനുള്ള സാഹചര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ ഗവൺമെന്റിനുമായിരുന്നു. അതായത് ഡോണറിന്റെ ഡീറ്റെയിൽസ് അറിയിക്കാതെ ചെയ്താലേ ഡോണർ കൂടുതൽ ഡൊണേറ്റ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ കാര്യത്തില് ഇത് ഏകപക്ഷീയമായിട്ട് ആ കൊടുത്ത ബാങ്കിനും സ്വീകരിച്ച ഗവൺമെന്റിനും പാർട്ടികൾക്കും ഗവൺമെന്റിന്റെ പാർട്ടിക്കും ഇത് വായിച്ചെടുക്കാമായിരുന്നു. അതോടുകൂടി ആ സീക്രസി നഷ്ടമായി. അപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് നവംബർ 2 ഈ വിഷയത്തില് വിധി പറയാൻ വന്നത്. അത് പിന്നീട് മാറ്റി വെച്ചിട്ടാണ് ഈ 2024 വീണ്ടും അതിന്റെ വിധി ഉണ്ടായത്. അപ്പൊ ഇതിനകത്ത് ആ ഒരു തരത്തിൽ നിൽക്കുമ്പോൾ ഇപ്പം ഇലക്ട്രൽ ഫണ്ട് എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഏകദേശം രൂപം വന്നു. പക്ഷേ ഇത് ജർമ്മനിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗവൺമെന്റ് അറിഞ്ഞു കൊടുക്കുന്ന ഒരു ജനറൽ ഫണ്ട് പോലെ, അതായത് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ 5% വോട്ട് നേടുന്ന ഒരു കക്ഷി അംഗീകൃത കക്ഷിയാണ് ഇവിടെ. അപ്പൊ അതുമായിട്ട് ഒന്ന് താരതമ്യം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ജർമ്മനിയിൽ 5% വോട്ട് ലഭിക്കുന്ന പാർട്ടികൾക്ക് ഈ ജർമ്മൻ പാർലമെന്റില് സ്ഥാനമുള്ളൂ. ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന പാർട്ടികൾക്ക് പെർസെന്റ് അനുസരിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടിന്റെ അനുപാതം അനുസരിച്ച് പെർസെന്റേജ് അനുസരിച്ച് ജർമ്മൻ ഗവൺമെന്റ് പണം ആ പാർട്ടികൾക്ക് വീതിച്ചു കൊടുക്കും. അവർക്കത് ലഭിക്കാനുള്ള അനുവാദമുണ്ട്, അർഹതയുണ്ട്. അതനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് അത് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജർമ്മൻ ടാക്സ് നികുതിദായകരാണ് ഈ പാർട്ടികൾക്ക് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം പണം നൽകുന്നത്. ഒരു ഭാഗം. അതേസമയത്ത് ഇതില്ലാതെ വ്യക്തികൾക്കും കോർപ്പറേറ്റ്സിനും എല്ലാവർക്കും ഓരോ പാർട്ടിക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ഡൊണേഷൻ നൽകാൻ സാധിക്കും. പക്ഷെ നികുതിദായകരുടെ പണം ആണ് അതിൽ പ്രധാന ഈ പാർട്ടികൾക്ക് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പണം. ഇത് പറയുമ്പം പണ്ട് ഇപ്പം മരിച്ചുപോയ നമ്മുടെ ചാൻസലറായിരുന്ന ഹെൽമുട്ട് കോളിന്റെ കാലത്ത് ഇവിടെ ഒരു വിഷയം, ഇത് ഭയങ്കര ചൂടുള്ള ചർച്ചയും അതിന് വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്ന ഒരു മില്യൺ ആയിരുന്നു, ഏതാണ്ട് അത്രയും വരുന്ന തുക ഒരു ബ്രീഫ് കേസിൽ ആക്കി അന്നത്തെ പാർട്ടി ടോപ്പായിരുന്ന എനിക്ക് തോന്നുന്ന മുൻ ധനകാര്യമന്ത്രി ആയിരുന്ന ആളിന്റെ കയ്യിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി എന്നുള്ള ഒരു വലിയ വിഷയം വന്നില്ല. അപ്പൊ ഇത് തമ്മില് അന്നത്തെ ഒരു കോഴയായിട്ട് അത് എടുക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ ഒരു നിയമം ഇവിടെ ഉള്ളതുകൊണ്ട്
അതൊരു അതൊരു കോഴയായിരുന്നു. അത് നടന്നത് എന്നാന്ന് വെച്ചാല് രണ്ടോ മൂന്നോ വലിയ കോർപ്പറേറ്റ് ആ അവര് ഈ ഹെൽമുത്ത് കോൾ അന്ന് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ അദ്ദേഹത്തിനെ അറിയിച്ചിട്ട് പണം നൽകി മറ്റുള്ളവരെ അറിയിക്കാറ്. ആ അത് ഒരു സ്ഥലത്തേക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആ അത് അനുവാദമില്ലാതെയാണ്. കാരണം ഇത് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ വരണം. ആ ഓരോ പാർട്ടികളും ഇവിടെ വർഷാവസാനം റിപ്പോർട്ട് കൊടുക്കണം, ആരിൽ നിന്ന് എത്ര പണം ഡൊണേഷനായിട്ട് ലഭിച്ചു എന്ന്. പക്ഷെ ഹെൽമുത്ത് കോൾ ചാൻസലർ ഇവരോട്, ഈ ഡൊണേഷൻ നൽകിയവരോട് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, ഞാൻ ഇതിനെപ്പറ്റി ആരോടും പറയുകയില്ല എന്ന്. ഉം, ഉം. പക്ഷെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പലരും, ഒപ്പോസിഷൻ പാർട്ടിയുടെ പലരും ഇതിനെ ഇത് ചോദ്യം ചെയ്തു. മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഹെൽമുത്ത് കോളിനെ നിർബന്ധിച്ചു ഈ കാര്യം ട്രാൻസ്പെറന്റ് ആക്കണമെന്ന്, ആ ആര് എത്ര കൊടുത്തു എന്നുള്ളത്. പക്ഷെ ഹെൽമുത്ത് കോൾ പറഞ്ഞു, ഞാൻ പ്രോമിസ് ചെയ്യുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാനത് പറയില്ല, പുറത്താക്കില്ല. അങ്ങനെയെല്ലാം പറഞ്ഞപ്പോഴാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നപ്പോഴാണ് വാസ്തവത്തിൽ അദ്ദേഹം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചെയർമാൻഷിപ്പിൽ നിന്ന് മാറേണ്ടി വന്നത്. ആ അത് പാർട്ടിയുടെ അവിശ്വസ്തനായത്. അങ്ങനെയുള്ള പേര് കിട്ടി. ആ പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു കറപ്ഷനാണ്. ഇപ്പൊ ഈ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും നേരായ മാർഗത്തിൽ കൂടെ ലഭിക്കുന്ന പണമല്ലാതെ വാങ്ങിക്കുന്നതൊക്കെ തന്നെ ജർമ്മനിയിലായാലും ഇന്ത്യയിലായാലും അല്ലെ കേരളത്തിലായാലും കറപ്റ്റഡ് ആണ്. അതെ. അതിനൊക്കെ അതിനെയൊക്കെ സ്പീഡപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഇന്ത്യയിൽ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് വളരെ, ഈ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞ റഫിനിയറ്റ്, വളരെ ടാക്ടിക്കായിട്ട് ട്രിക്കി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറയുന്നത്, ഈ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിലെ മാത്രം ഉള്ള ഏറ്റവും വലിയ സ്കാം അല്ല, പ്രത്യുത ഗ്ലോബലി ഏറ്റവും വലിയ സ്കാം ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ എന്തോ അതിൽ സ്വല്പം അർത്ഥമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ SBI ഇതിന്റെ മോണോപ്പൊളി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്താൻ വിസമ്മതിക്കുകയും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് ഇടപെടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് സുപ്രീം കോടതിന്റെ വിധി വഴിയാണ്. അതെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദ്യമേ തന്നെ ഇതില് പ്രശ്നമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്, ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത്, വിവരാവകാശ നിയമം വെച്ചിട്ട് ഇന്ത്യയിലെ ഏത് പൗരനും ഈ നിയമം ചോദിച്ചാൽ ഈ ഇൻഫർമേഷൻ ലഭിക്കേണ്ടതാണ്. അത് നൽകാത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എതിരാണ് എന്നുള്ള ഒരു ചിന്ത ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി 2024 വിധിച്ചപ്പോ പറഞ്ഞിരിക്കുന്നത്, ഇത് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സകല ഇൻഫർമേഷനും ഇലക്ഷൻ കമ്മീഷന് അറിയിക്കണം. ഇലക്ഷൻ കമ്മീഷന് ഈ ഇൻഫർമേഷൻ ലഭിച്ചു കഴിയുമ്പോൾ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അങ്ങനെ എല്ലാ പൗരന്മാർക്കും പൗരകൾക്കും അറിയത്തക്ക രീതിയിലുള്ള ട്രാൻസ്പെറൻസി ഉണ്ടാക്കണമെന്നുള്ള ഓർഡറാണ് സുപ്രീം കോടതി നൽകിയത്. അപ്പൊ ഈ ഇൻഫർമേഷൻ കൊടുക്കുവാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതൽ സമയം ചോദിച്ചു. അവര് പറയുന്നത് ഇതെല്ലാം കളക്ട് ചെയ്തൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കും,
അങ്ങനെ അവരുടെ ഒരു മെത്തേഡായിരുന്നു ഈ ഇപ്പോൾ നടക്കുന്ന ലോകസഭാ ഇലക്ഷൻ തീർന്നതിന് ശേഷം കൊടുക്കാമെന്ന്. പക്ഷെ സുപ്രീം കോർട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കുക, ഉം. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ കൊടുത്തപ്പോഴാണ് മനസ്സിലായത് എല്ലാ ഡീറ്റെയിൽസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ നിർബന്ധിതരായി. ഇലക്ഷൻ കമ്മീഷൻ അത് ഇതിനകം പബ്ലിഷ് ചെയ്തു. അതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനുപാതികമായിട്ടുള്ള ഫണ്ടിങ് എന്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. അതായത് 9,500 കോടിയുടെ ഇലക്ട്രൽ കൊടുത്തുനിന്നും ഏകദേശം 60% BJPക്കാണെന്നും ഏകദേശം 15% തൃണമൂൽ കോൺഗ്രസിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ആണെന്നുള്ള ഈ ഡീറ്റെയിൽസ് ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നു. ഇനിയിപ്പോ അവസാനമായിട്ട് ഇതിലേക്ക് വരുമ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇതിപ്പം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയായതുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു. അപ്പൊ അത് ഓപ്പൺലി അവർ പറഞ്ഞത് ഇത് കറപ്റ്റഡ് പണം വീണ്ടും ഞങ്ങൾ അതിനെ ത്വരിതപ്പെടുത്തും, അല്ലെ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയല്ലേ? പക്ഷെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് മാറ്റങ്ങളോടുകൂടി പുറത്തു വരുത്തുന്നതാണ്. അതായത് ഇപ്പോ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മാനിച്ച് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പല കണ്ടീഷൻസും ഒക്കെ മാറ്റിയിട്ട് പുറത്തു കൊണ്ടുവരുമെന്നാണ് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. ഇതിന്റെ ഇടയ്ക്ക് പക്ഷെ ഒരു കാര്യം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തില്ല. ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില മെത്തേഡുകളൊക്കെ ഈ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ചില കറപ്റ്റഡ് ആണെന്നൊക്കെ കരുതിയിരുന്ന ചില വ്യക്തികളുടെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റിന്റെയോ അടുത്ത് ഇന്ത്യൻ ചില ഏജൻസികളെ ED അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ ചില കൺട്രോളിംഗ് ബോർഡുകൾ അവര് ഈ കോർപ്പറേറ്റുകളെയോ വ്യക്തികളെയോ സമീപിച്ചിട്ട് വാർണിംഗ് കൊടുക്കും. നിങ്ങൾ ഇന്നതൊക്കെ നിങ്ങൾക്കെതിരായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്, ഞങ്ങൾ റെയ്ഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പല കോർപ്പറേറ്റുകളും പല വ്യക്തികളും ഇലക്ട്രൽ ബോണ്ട് ഡൊണേഷനായിട്ട് കൊടുക്കും. കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് ഡൊണേഷനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ചാർജുകളൊക്കെ തിരിച്ചെടുക്കപ്പെടും. അതായത് അവർ ഗ്രാജുവലി ഇല്ലാതാകും. അതൊരു ട്രിക്കാണ്. അങ്ങനെ തന്നെ പല കമ്പനികളുടെയും കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതിലെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റിന് ലഭിക്കേണ്ട നികുതി, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരുപക്ഷെ ആദായ നികുതി തട്ടിച്ച വ്യക്തിയോടായിരിക്കും ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ ടാക്സ് പിന്നെ നിർബന്ധിച്ച് പിരിക്കില്ല. അപ്പൊ രാജ്യത്തിന് ഭയങ്കര നഷ്ടം ഉണ്ടാകുന്ന ഒരു പ്രക്രിയ കൂടിയായിരുന്നു. അതെ, അതൊരു ഭയങ്കര എഫക്റ്റാണ്. അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും എൻവയൺമെന്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കണ്ടീഷൻസ് അവരത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവർക്ക് വാണിംഗ് കൊടുക്കുമ്പോൾ അവർ ഇലക്ട്രൽ ബോണ്ട് സമാനമായിട്ട് കൊടുക്കുന്നു. അപ്പൊ അതോടുകൂടി ഈ പലർക്കും ഈ നിയമങ്ങൾ ഇപ്പോ നിർബന്ധിതമാക്കാതെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ പറ്റാവുന്ന ഒരു കാര്യം നടന്നത് മെഡിസിനൊക്കെ ചില കൺട്രോളിംഗ് ഒക്കെ ഉണ്ടല്ലോ. ആ കൺട്രോളിംഗ് കുറച്ചിട്ട് ചില മെഡിസിൻ അതിന് വിൽക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ വിറ്റ് കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കുട്ടികൾക്ക് അസുഖം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതായത് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ലഭിക്കുന്ന വരുമാനം കുറയുകയും
അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ എൻവയൺമെന്റ് ഫീൽഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെയുള്ള പല സ്ഥിതിയും ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ട് പ്രശ്നത്തിലാകും. അതൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ്. ആദ്യം ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല. പക്ഷെ ഇത് ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വേളയിലെ മന്ത്രി അങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത് തന്നെ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ എന്ന് വേണേ നമുക്ക് പറയാമല്ലോ. ഒരുപക്ഷെ അതായിരിക്കും. പക്ഷെ ഏത് ഇത് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇത് പുറത്തിറക്കാൻ അനുവദിക്കുകയുള്ളൂ. കാരണം സുപ്രീം കോടതിന്റെ വിധി ഉണ്ടല്ലോ. അതെ, ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാകാം. ഏറ്റവും കൂടുതൽ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു കാലത്ത് മന്ത്രി എന്ന് പറയാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഒരു നിയമം വിധിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ ഇതൊക്കെ തന്നെ ഭരണം പിടിച്ചു നിർത്താനുള്ള ഒരു കുറുക്കുവഴിയായിട്ടും അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാനും എന്ന് തന്നെ ഈ അവസരത്തിൽ വിശേഷിപ്പിച്ചാൽ അതിന് മറ്റൊരു ഭാഷയും അതിനോടൊപ്പം ചേർക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വാദം. എന്തൊക്കെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പൊ ഉദാഹരണമായിട്ട് നിർമ്മല സീതാരാമന്റെ ഭർത്താവാണല്ലോ ഒരാൾ ഇതിൽ ഏറ്റവും എതിരായിട്ട് പറഞ്ഞു. അതെ. അതിലൊരു സ്വല്പം BJPക്ക് വേണ്ടിയിട്ട് ഒരു വക്താവ് എന്നുള്ള നിലയിൽ ചിലതൊക്കെ ആലോചിച്ച് പറഞ്ഞു കാണും. മോഡിയെ സഹായിക്കാൻ വേണ്ടി കൂടിയായിരിക്കും. അതെ. അപ്പോൾ നമ്മള് ഏകദേശം ഇലക്ട്രൽ ബോണ്ട് എന്താണെന്നും അതിന്റെ വരുംവരാഴികളും അതിന്റെ നല്ല വശം ഉണ്ട്. കാരണം ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പിടിച്ചു നിന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് നല്ല കാര്യത്തിനായിട്ട് പ്രവർത്തിക്കട്ടെ. അതോടൊപ്പം ഈ കറപ്റ്റഡ് ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും ഒരു മോശക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ പ്രവാസി ഓൺലൈൻ അതിനെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനത്തിനും രാജ്യത്തിനും അതുപോലെ ലോകത്തിനും കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു രീതിയായിട്ട് ഭാവിയിൽ ഇത്തരം ഇലക്ടറൽ ബോണ്ടുകൾ വരട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് ഒരു ആസ്പെക്ട് കൂടി ഉണ്ട്. പറഞ്ഞോളൂ. അതായത് സുപ്രീം കോടതി ഇത് വിധിച്ചിട്ട് അത് അവസാനിപ്പിച്ചിട്ടില്ല. അതില്ല. സുപ്രീം കോടതി ഭാവിയിലേക്ക് ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഏതെങ്കിലും ഒരു കമ്മീഷൻ വഴി ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പല വശങ്ങളും പഠിക്കുവാനും ഇതെങ്ങനെ ഭാവിയിലേക്ക് വേറെ വിധത്തിൽ കൊണ്ടുപോകാൻ എന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ രൂപീകരിക്കും എന്ന് ചിലര് പറയുന്നുണ്ട്. അതായത് സുപ്രീം കോടതി ഇനിയും ആക്ട് ചെയ്യും. ഇലക്ഷൻ കമ്മീഷനും ഇതില് ഒന്നിച്ച് പ്രവർത്തിക്കും എന്നുള്ള ചില ആർഗ്യുമെന്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം. അതെ. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ സാധുത റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതിക്ക് ഇനിയും ഇതിൽ പുതിയതായിട്ട് കാര്യങ്ങൾ പഠിച്ച് വിധി പ്രസ്താവിക്കേണ്ടി വരും എന്നുള്ള ഒരു വിധിയായിരിക്കില്ല. ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് അടുത്ത സ്റ്റെപ്സ് എന്തായിരിക്കാം. അത് മാത്രമല്ല നടന്നിരിക്കുന്ന കാര്യങ്ങളിൽ പലതിനെയും പണിഷ്മെന്റ് നടത്തേണ്ടതായിട്ടുള്ള കാര്യം പോലും ഉണ്ട്. അപ്പൊ അതൊരു വലിയ നിർദ്ദേശമായിരിക്കും. അതായത് ഗവൺമെന്റിനെ ചൂണ്ടിക്കൊണ്ടുള്ള നിർദ്ദേശമായിരിക്കും കൊടുക്കാൻ പോകും. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരും. നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാവി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ ചർച്ച ഈ മുഖാമുഖം ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനായിട്ട് ഒരുങ്ങി തന്നെ അതിന്റെ കാര്യങ്ങൾ വിശദമാക്കിയ ഡോക്ടർ ജോർജ് അരീക്കലിന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പുതിയ വിഷയങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നമസ്കാരം. ജോർജ് അങ്കിളിന് പ്രത്യേകം നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച് ജോസ്. താങ്ക് യു.